BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ദേശീയദിന അവധികൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായും രാജ്യത്ത് ഡിസംബറിലുടനീളം വൈവിധ്യമാർന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ് അരങ്ങേറുക. പ്രാദേശിക കർഷകർ, കരകൗശല തൊഴിലാളികൾ, ചെറുകിട സംരംഭങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ഫാർമേഴ്സ് മാർക്കറ്റിന് ബുദയയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമാകും. ഡിസംബർ 7 മുതൽ ഫെബ്രുവരി 22 വരെ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഫാർമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുക. രാജ്യത്തെ പ്രധാന ഷോപ്പിംഗ് സെന്ററുകളെല്ലാം പ്രത്യേക പ്രമോഷനുകൾ പ്രഖ്യാപിച്ചു തുടങ്ങി. കൂടാതെ ആഡംബര ഹോട്ടലുകൾ ദേശീയദിന ആഘോഷ അവധി ദിനങ്ങളിൽ പ്രത്യേക പാക്കേജുകൾ അവതരിപ്പിക്കും. ഡിസംബർ 16 ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്കായി പ്രധാന വിനോദ കേന്ദ്രങ്ങളെല്ലാം തയ്യാറെടുത്തിട്ടുണ്ട്. ഡിസംബർ 5 മുതൽ 30 വരെ ബൂമാഫർ ഫോർട്ട് മുതൽ പോളിംഗ് പാത്ത വിസിറ്റേഴ്സ് സെന്റർ വരെയുള്ള പോളിംഗ് പാതയിൽ നടക്കുന്ന മുഹറക് നൈറ്റ്സ് ഫെസ്റ്റിവലിനായി മുഹറക് ഒരുങ്ങിക്കഴിഞ്ഞു. ബഹ്റൈൻ പേൾ എക്കണോമിക് കാലഘട്ടത്തിലെ വിശദീകരിക്കുന്ന കരകൗശല വസ്തുക്കൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ആദ്യമായി കരകൗശല വസ്തുക്കളുടെ പ്രദർശനം നടക്കുന്ന എല്ലാ വീടുകളും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ലേബർ മാർക്ക് റെഗുലേറ്ററി അതോറിറ്റി ബഹ്റൈനിലെ താമസ നിയമ ലംഘനങ്ങൾ തടയുന്നതിനായി നടത്തിയ പരിശോധനാ ക്യാമ്പയിനുകളിൽ നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി. നവംബർ അവസാന വാരം നടന്ന പരിശോധനയിൽ നിയമലംഘനം നടത്തിയ 44 അനധികൃത വിദേശ തൊഴിലാളികളെയാണ് നാട് കടത്തിയത്. നവംബർ 24-നും 30-നും ഇടയിൽ 1547 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തുകയും 48 തൊഴിലാളികൾ രാജ്യത്തെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബ് ക്രിസ്തുമസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ, കേക്ക് ബേക്കിംഗ് മത്സരങ്ങൾ എന്നിവ ഡിസംബർ 19 നടക്കും. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ മത്സരം വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ നടക്കും. $250 ഒന്നാം സമ്മാനം ലഭിക്കുക. കേക്ക് ബേക്കിംഗ് മത്സരം രാത്രി 8 മണിക്ക് ആരംഭിക്കും. വിജയിക്ക് $125 സമ്മാനമായി ലഭിക്കും എന്നും ഇന്ത്യൻ ക്ലബ്ബ് അറിയിച്ചു. മത്സരങ്ങളിലേക്ക് സൗജന്യമായി പ്രായഭേദമന്യേ ഇവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഇന്ത്യൻ ക്ലബ്ബ് റിസപ്ഷൻ രജിസ്ട്രേഷൻ ഫോമുകൾ ലഭ്യമാണ് എന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസംബർ 15 മുൻപ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ വിവരങ്ങൾക്ക് ക്ലബിന്റെ എന്റർടൈൻമെന്റ് സെക്രട്ടറി എസ് നന്ദകുമാറിനെ 36433552 എന്ന നമ്പറിൽ, അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി റൈസൻ വർഗീസിനെ 39952725 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് നടന്ന മുഖാമുഖം പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരൻ ലിജേഷ് കുമാർ പങ്കെടുത്തു. ഏറ്റവും വലിയ ലഹരി എന്നൊരു കാലത്ത് വിശേഷിക്കപ്പെട്ട ഒന്നിന്റെ പേര് ഉചിതമെന്ന് തോന്നിയതുകൊണ്ട് തന്റെ പുസ്തകത്തിന് കഞ്ചാവ് എന്ന പേര് നൽകിയതെന്നും ആ പേരിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചതേയല്ലെന്നും ലിജേഷ് പറഞ്ഞു. എല്ലാത്തരം എഴുത്തുകാരും കൂടി ഉൾപ്പെട്ടതാണ് സാഹിത്യ ലോകമെന്നും ഓരോ എഴുത്തുകാരൻ്റെയും രചനാശൈലിയെ വേർതിരിച്ചറിയുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള, സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ ആർ നായർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ച പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 8-ന് അവസാനിക്കും. ബഹ്റൈൻ നവകേരള മനാമ മേഖലാ സമ്മേളനം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് NK ജയൻ ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കുരുത്തോളിൽ അധ്യക്ഷനായിരുന്നു. അനു യൂസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രവാസി ക്ഷേമനിധി പെൻഷന്റെ പ്രായപരിധി ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ള പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു, സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി AK സുഹൈൽ, അസീസ് ഏഴംകുളം, റൈസൻ വർഗീസ്, പ്രശാന്ത് മാണിയത്ത് എന്നിവർ പ്രസംഗിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കാനെത്തിയ പ്രശസ്ത യുവ എഴുത്തുകാരൻ ലിജീഷ് കുമാറിനെ നൗക ബഹ്റൈൻ പ്രതിനിധികൾ മെമന്റോ നൽകി സ്വീകരിച്ചു. നാട്ടിലെ സുഹൃത്ത് വലയത്തെ ബഹ്റൈൻ മണ്ണിൽ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും നൗക ബഹ്റൈനോടൊപ്പം ഒരു നാൾ ചെലവഴിക്കാൻ വീണ്ടും ഇവിടേക്ക് തിരിച്ചുവരുമെന്നും മറുപടി പ്രസംഗത്തിൽ ലിജീഷ് കുമാർ പറഞ്ഞു. സെക്രട്ടറി അശ്വതി മിഥുൻ ഉപഹാരം കൈമാറിയ ചടങ്ങിൽ നൗക ബഹ്റൈൻ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. NCS വെൽനസ് ഫോറം നവംബർ 29 വെള്ളിയാഴ്ച ആധാരി പാർക്കിൽ സംഘടിപ്പിച്ച ഫാമിലി പിക്നിക് ശ്രദ്ധേയമായി. മുതിർന്നവരും കുട്ടികളും അടക്കം 300ഓളം പേർ പങ്കെടുത്തു. വടംവലി, കസേരക്കളി, ഓട്ട മത്സരം തുടങ്ങി നിരവധി കായിക ഇനങ്ങൾ പരിപാടിയുടെ ഭാഗമായിരുന്നു. ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, പ്രോഗ്രാം കോർഡിനേറ്റർ ഓമനക്കുട്ടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പ്രവാസി ലീഗൽ സെൽ നാഷണൽ കോർഡിനേറ്ററായി അഡ്വക്കേറ്റ് ബേസിൽ ജെയ്സൺ ചുമതലയേറ്റു. സുപ്രീംകോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബേസിൽ ജെയ്സൺ മുൻപ് പല മനുഷ്യാവകാശ സംഘടനകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടും ചാപ്റ്ററുകളുള്ള PLCയുടെ ഇന്ത്യയിലെ നാഷണൽ കേഡറ്റിനെയുള്ള അഡ്വക്കേറ്റ് ബേസിൽ ജെയ്സൺ ചുമതലയേറ്റെടുത്തത് പ്രവാസികളെ നിയമപരമായി കൂടുതൽ ശാക്തീകരിക്കുന്നതിനായി വിവിധ തലങ്ങളിലുള്ള പ്രവാസികളെ കൂടുതലായി ഒരുമിപ്പിക്കുവാൻ അഡ്വക്കേറ്റ് ബേസിൽ ജെയ്സണിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, ഗ്ലോബൽ വക്താവും PLC ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനലത്ത് എന്നിവർ ആശംസിച്ചു. ഹിൽജാൽ ദുരിതബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ ദുരിതത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും തകർന്ന വീടുകൾ പുനർനിർമ്മിച്ച് നൽകുകയും ചെയ്യും. തമിഴ്നാട് അടിയന്തര സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അവസാനിക്കാൻ മൊബൈൽ ആപ്പ് വരുന്നു. പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നതിലൂടെയുള്ള തട്ടിപ്പ് തടയാനാണ് ആപ്പ്. നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈലിൽ പകർത്തിയ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ധനവകുപ്പ് തീരുമാനം തദ്ദേശ വകുപ്പുമായി ആലോചിച്ച് നടപ്പാക്കും. അതേസമയം സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പെൻഷൻ വിതരണത്തിനായി വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേമസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവ നിർബന്ധമാക്കുന്നതിനും ആലോചനയുണ്ട്. ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ ആലോചനയിലുണ്ട്. ഗുണഭോക്താക്കളുടെ അർഹത കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചുറപ്പിക്കാനാണ് തീരുമാനം. ആലപ്പുഴ കളർക്കോട് കാർ അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകൾ വിവിധയിടങ്ങളിലായി നടക്കും. പാലക്കാട് സ്വദേശി ശ്രീദേവിന്റെ സംസ്കാര ചടങ്ങുകൾ ശേഖരിപുരം ചന്ദ്രനഗർ ശ്മശാനത്തിൽ വൈകിട്ട് 6 മണിയോടെ നടന്നു. മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവനന്ദന്റെ സംസ്കാരം കോട്ടയം പാലയിലെ കുടുംബ വീട്ടിലും, മുഹമ്മദ് അബ്ദുൾ ജബാറിന്റെ സംസ്കാരം കണ്ണൂരിൽ രാത്രി 9 മണിക്ക് മാട്ടൂൽ വേദാംബർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും നടക്കും. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് നടന്നു. അതേസമയം കോട്ടയം സ്വദേശി ആയുഷ് ഷാജിയുടെ സംസ്കാരം കാവാലത്ത് നാളെയാണ് നടക്കുക. ഇൻഡോറിലുള്ള മാതാപിതാക്കൾ എത്തിയാൽ മാത്രമേ സംസ്കാരം നടക്കൂ. ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പൊതുദർശനം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയ ദാരുണമായ അപകടമുണ്ടായത്. ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം തെറ്റി എതിരെ വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. കാറിൽ 11 പേരുണ്ടായിരുന്നു. മറ്റ് 6 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 2 പേരുടെയും നില ഗുരുതരമാണ്. ബസ് യാത്രക്കാരായ 2 സ്ത്രീകളും ചികിത്സയിലുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. അതീവ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്നും ആരോഗ്യ സർവകലാശാലയും വ്യക്തമാക്കി. ഈ വാർത്തയുടെ കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.